ഹായ് ഫ്രണ്ട്സ്, ഇന്ദുസ് കിച്ചൺ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നൊരു ഉരുളക്കിഴങ്ങും വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് നമുക്കൊരു മെഴുക്കുവരട്ടി വയ്ക്കാം. അതിനുവേണ്ടി ഞാനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ശകലം ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. രണ്ടും ഒന്ന് മൂത്ത് വരട്ടെ. ഉഴുന്നും കടുകും മൂത്ത് വന്ന് നമുക്കതിലേക്ക് ഞാൻ കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത്. കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചതാണ്, അതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൊച്ചുള്ളിക്ക് പകരം നമുക്ക് സവാള വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. കൊച്ചുള്ളി ചതയ്ക്കാതെ നമുക്ക് കീറി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനൊന്ന് ചതച്ചതേ ഉള്ളൂ, മുഴുവനൊന്നും കിട്ടി ചതഞ്ഞിട്ടില്ല. നമുക്കിനി അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂക്കട്ടെ, വേഗുകയും ചെയ്യണം. അടിയിൽ പിടിക്കാതെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. ഞാനിത് വെള്ളം ചേർക്കാതെയാണ് വയ്ക്കുന്നത്. നമ്മുടെ ഉരുളക്കിഴങ്ങ് അങ്ങനെ ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് ശകലം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ശകലം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ശകലം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ശകലമേ ചേർക്കുന്നുള്ളൂ. കൂടെ തന്നെ ശകലം ഗരം മസാലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, അടിയിൽ കരിഞ്ഞു പിടിക്കാതെ. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇങ്ങനെ നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടെ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇത് നല്ല ടേസ്റ്റാണ്, അതൊന്ന് തയ്യാറാക്കി നോക്കണേ. താങ്ക് യു.